ലോ കിലോമീറ്ററോടെ വെറും 41,000 കിലോമീറ്റർ മാത്രം ജെനുവിൻ സർവീസിലൊരു XUV 5W W7 ആണ് വരുന്നത് കേട്ടോ. ഇത് 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയട്ടെ, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്നത്. ഒരു അൺടച്ചപ്പ് വാഹനമാണ്. ഒരു ചെറിയൊരു സ്ക്രാച്ചിന് പോലും ടച്ച് ചെയ്യാത്തൊരു വാഹനമാണ്. ബമ്പർ ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടച്ചപ്പ് പോലും കയറാത്ത പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്. മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ്. സയ്യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു പറന്നു. ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണ്. കമ്പനി അലോയ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ അലോയ്സ് ഉണ്ട്, അതുവാണെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയും. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഒരു ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത പക്ക കണ്ടീഷനിലാണ്. അതുപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയത് അതാ ഒരു കണ്ടീഷനിൽ വരുന്നൊരു ഇൻറ്റീരിയർ ഭാഗങ്ങളും ഈ വാഹനത്തിന് കാണിക്കാൻ കഴിയും. ഒരുപാട് ഓപ്ഷൻ വരുന്നൊരു വാഹനമാണ്. കമ്പനി സെറ്റ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ABD വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെ കേട്ടത്. പിന്നെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറിനാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ടച്ചപ്പ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. W7 ആണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതേപോലെ സെൻസർ വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. നിലവിൽ മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബമ്പറിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനമാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പറയത്തക്ക വിധമല്ല ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വാഹനമാണ്. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഭാഗം നോക്കുകയാണെങ്കിലേ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ക കണ്ടീഷനാണ്. സൈഡ് അപ്രോണിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടി യൂസ് വാഹനമാണ്. വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. രണ്ട് ഭാഗം പക്ക കണ്ടീഷനാണ് കേട്ടോ. അപ്രോണിൻ്റെ സൈഡാണെങ്കിലും ബോണ്ടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പക്ക കണ്ടീഷനാണ്. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തും ഒരു ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ബമ്പർ കാര്യങ്ങൾ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയത് അതേ ഒരു കണ്ടീഷൻ തന്നെ ഇപ്പോഴും നിലവിലുള്ളത്. 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് വെറും 41,000 ജെനുവിൻ സർവീസിലെ വാഹനം കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 12,60,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. വേണ്ടി നടക്കണ കിസയതുപോലൊരു പാട്ടവനാണ്.